കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ കണ്ടതാണ് അനുമോള് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത ഒരു വിഷയം. അക്ബറിനും ഈ പറയുന്ന ആര്യനും അവിടെ ഇരുന്ന ഫുഡ് ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞിട്ട് നെവിൻ അവിടെ ഉണ്ടാക്കിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊന്നും എടുത്ത് അവിടെ ചോദിച്ചിട്ടുമില്ല, വീക്കെൻഡ് എപ്പിസോഡിൽ ആരും ചോദിച്ചിട്ടൊന്നുമില്ല, തലോടി വിട്ടു. അതാണല്ലോ സ്ഥിരം നടക്കുന്നത്. അപ്പോൾ അവിടെ അക്ബർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലാലേട്ട വിശന്നപ്പ കഴിച്ചു, പക്ഷെ നമ്മൾ തെറ്റിനെ തെറ്റെന്ന് തന്നെ നമ്മൾ പറയണമല്ലോ എന്നൊരു ഡയലോഗ് ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാരും കേട്ടതാണ്. വിശന്നപ്പോ ചോദിച്ചു, ഫുഡ് തന്നു, പിന്നെ ആദിലയ്ക്കും നൂറിക്കും കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ഒറ്റയ്ക്കെടുത്ത് വിഴുങ്ങി. അതാണ് തെറ്റ്. ആര് ചെയ്ത തെറ്റ്? അനുമോള് ചെയ്ത തെറ്റ്. അത് എന്തുകൊണ്ടാണ് അനുമോൾ എടുത്ത് ഒറ്റയ്ക്ക് കഴിച്ചതെന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടതാണ്. അവിടെ നെവിൻ അത്രയും വിഷയമുണ്ടാക്കി അപ്പൊ ഈ പറയുന്ന അനുമോളുടെ പുറകിൽ നടന്ന് ഹരാസ് ചെയ്തപ്പോഴാണ് എടുത്ത് കഴിച്ചത്. അതുപോലെ തന്നെ നെവിൻ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു കാണും. ആര്യനാണെങ്കിൽ സോസ് കൊണ്ട് കൊടുക്കുമ്പോൾ ആദിലയ്ക്കും നൂറയ്ക്കും അനുമോൾക്കും സോസ് കുറച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നെവിൻ കാണിച്ച കോലാഹലങ്ങള് ആര്യനോട്. എന്നിട്ട് വന്ന് ആര്യനോട് നെവിൻ പറയാണ്, നീ വേറെ ആർക്ക് കൊടുത്താലും കുഴപ്പമില്ല, അനുമോൾക്കൊന്നും കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. ഇവന്റെ ഇഷ്ടത്തിനല്ലേ അവിടെ കളിക്കാൻ പോയേക്കുന്നേ. അത് ചിലപ്പോൾ ശരിയായിരിക്കും. അക്ബറിന്റെയും ആര്യന്റെയും നെവിന്റെയും ഇഷ്ടപ്രകാരമാണല്ലോ ഇപ്പൊ ബിഗ് ബോസും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന അക്ബറും നെവിനും കൂടി അടുക്കളയിൽ ഇരുന്ന സാധനങ്ങൾ എടുത്ത് അവര് എല്ലാവരും എല്ലാവരും പോയതിനു ശേഷം, ഉറങ്ങാൻ പോയതിനു ശേഷം ഇവരെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. പാലെടുത്ത് ചായ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് വരുന്ന അനുമോള് കണ്ടുകൊണ്ട് വരുമ്പോഴത്തേക്ക് അക്ബർ പറയുന്നുണ്ട്, അനുമോള് കണ്ടു കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നെവിൻ പറയുന്നുണ്ട്, ഓ ഇതൊക്കെ അങ്ങ് വിട്ടുകളാ, നമുക്ക് വിശന്നു, നമ്മൾ കഴിച്ചു, പിന്നെ ചോദിക്കാൻ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. എന്താന്ന് വെച്ചാൽ മാമന്റെ വീടാണല്ലോ, അല്ലെങ്കിൽ ഇവരുടെ 3 പേരുടെയും മാമന്റെ വീടായതുകൊണ്ട് ഇവർക്ക് എന്ത് തോന്നിയ ദിവസവും കാണിക്കാം അവിടെ. എന്തായാലും നമുക്ക് ആ സീൻ ഒന്ന് കാണാം. പിന്നെ കണ്ടില്ല എന്ന് പറയരുതല്ലോ, ഇവർ കഴിച്ചതായിട്ട് കണ്ടില്ല എന്ന് ആരും പറയാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാരും പറയുന്നത് അനുമോൾക്ക് ഒരു കപ്പ് എന്നുള്ള രീതിയിൽ പി ആറുകൾ ഇറങ്ങിയിട്ട് നേരത്തെ ഒക്കെ ചെയ്ത പോലെ ജാസ്മിൻ ഒരു കപ്പ്, മറ്റൊരാൾക്ക് ശോഭയ്ക്ക് ഒരു കപ്പ് എന്ന് പറഞ്ഞ് അവരെ എല്ലാം തളർത്തിയതുപോലെ പി ആറുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അനുമോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വലിയ ഗെയിമേഴ്സ് ആയ ആര്യനെയും അക്ബറിനെയും നെവിനെയും എല്ലാം അടിച്ചു താക്കുക എന്നുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ശോഭ കളിച്ച ഗെയിം എന്താണെന്നുള്ളതും അവിടെ ജാസ്മിൻ കളിച്ച ഗെയിം എന്താണെന്നുള്ളതും അവിടെ എല്ലാം ബിഗ് ബോസ് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നുള്ളതും എല്ലാം വെളിയിലേക്ക് വന്ന കാര്യങ്ങളാണ്. മറ നീക്കി പുറത്ത് വന്നതാണ് ഇവരെ എത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ റോബിന്റെ സീസണിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ട ഇതിന്റെ എല്ലാം തെളിവുകൾ സഹിതം വെളിയിൽ വന്നതുമാണ്. ഇവരെ അതുപോലെ ഒരുപാട് ക്രൂ മെമ്പേഴ്സിനെ ബിഗ് ബോസ് എന്ന ഷോയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഡയറക്ടറെ ഉൾപ്പെടെ മാറ്റി. അതുപോലെ ഇതിന്റെയൊക്കെ മെയിൻ ഒരു നടത്തിപ്പുകാരനുണ്ടായിരുന്ന ഒരു സാറ്, ആ സാറിനെ എടുത്ത് മാറ്റിയായിരുന്നു. ഓക്കെ, അപ്പൊ ഈ നാടകം നിങ്ങൾ കൈ വെച്ചേക്ക്. ഇപ്പൊ അനുമോൾക്ക് കപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്നോ, അനീഷിന് കപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്നോ, ഷാനവാസിന് കപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്നോ ഒന്നും നമുക്കില്ല. പക്ഷെ ഇവരിൽ 3-ൽ ഒരാൾക്കേ കപ്പടിക്കാൻ യോഗ്യതയുള്ളൂ. അത് എത്ര എന്ന് പറഞ്ഞാലും ആ യോഗ്യത ഉള്ളൂ നമുക്കറിയാം. അതിലിപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന അനുമോളും ഈ അനീഷുമാണ്. അതിനകത്ത് അനുമോൾക്ക് കുറച്ചുകൂടെ പ്രിവിലേജ് കിട്ടാൻ കാര്യം അനുമോളെ കോർണർ ചെയ്യുന്നു ഈ പറയുന്ന ഈ 4 സംഘം. ഞാൻ പറഞ്ഞത് ഫോർ ദ പീപ്പിൾ എന്ന് ഞാൻ പറയത്തുള്ളൂ. ആരൊക്കെയാണെന്നറിയാം? ഫോർ ദ പീപ്പിൾ. അക്ബർ, ആര്യൻ, നെവിൻ, സർഗോ, ഈ 4 പേര്. ഈ 4 പേരാണ് ഇപ്പോൾ ഫോർ ദ പീപ്പിൾ കളിക്കുന്നത്, ബിഗ് ബോസിനകത്ത് കളിക്കുന്നത്. ഇവർക്കെല്ലാം എതിരെയാണ് അനുമോൾ കളിക്കുന്നത്. എന്നുവെച്ചാൽ അനുമോൾ എന്ത് ചെയ്താലും തെറ്റാണല്ലോ. അനുമോൾ പറയേണ്ടത് മുഖത്ത് നോക്കി ഇപ്പൊ പറയുന്നുമുണ്ട്. അതുകൊണ്ട് അനുമോളെ ഇനി ഒട്ടും പിടിക്കത്തില്ല. ഈ നെവിൻ എന്ന് പറയുന്നവൻ അവിടെ തിന്നാനും കഴിക്കാനും മാത്രം വന്ന് കിടക്കുന്നവനാണ്. അവന്റെ വിചാരം അവനാണ് ബിഗ് ബോസ് ഓടിക്കുന്നത് എന്നുള്ളതാണ്. ബിഗ് ബോസ് ഇതിനെല്ലാം കൂട്ടും. ഇന്നലെ അതുപോലെ അനുമോളാണെങ്കിൽ ഇവരെ കുറിച്ച് നോമിനേഷനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസിന്റെ ഉശിരൊന്ന് കാണണമായിരുന്നു. കുറച്ചു നേരത്തേക്ക് നെവിനെ തമാശ കളിക്കരുത്, ഇത് എത്രാമത്തെ ആഴ്ചയാണെന്ന് അറിയാമോ, കുറച്ചൊക്കെ ഇത് വേണം, തലകി തലോടി പറയുമല്ലോ. വീട്ടിലൊക്കെ കുട്ടികളൊക്കെ വഴക്കുണ്ടായി കഴിയുമ്പോൾ നമ്മൾ അവരെ ഒന്ന് സ്നേഹത്തോടെ വഴക്ക് പറയുമല്ലോ, അതുപോലെ ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്. എന്തായാലും കൊള്ളാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അതൊന്ന് കാണാം. ഞാൻ തീരുമാനിക്കും. അക്ബർ അവിടെ ചോദിക്കുന്നുണ്ട്, ഇവളാരാ CID ആണോ എന്ന്. ഈ പറയുന്ന അനുമോള് കുളിക്കാനെങ്ങാണ്ട് പോയിട്ട് വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. പറഞ്ഞ അക്ബർ, ഇവളാരാ CID ആണോ എന്ന്. ആന്നുള്ളത് CID ആണ്. CID പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകദേശം കൃത്യമായിട്ടൊക്കെ വെളിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. നിങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്ന ഈ ഒരുമാതിരി പരിപാടികൾക്കെല്ലാം ഈ പറയുന്ന ബിഗ് ബോസ് ഉൾപ്പെടെ കൂട്ടു നിൽക്കുന്നതായിട്ട് വെളിയിൽ നിൽക്കുന്നവർക്കെല്ലാം തോന്നുന്നുണ്ട്. അകത്തിരിക്കുന്നവർക്ക് മാത്രമല്ല വെളിയിൽ നിൽക്കുന്നവർക്കും തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന പരിപാടി
കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയൊരു ഇഷ്യൂവിലേക്ക് കൊണ്ടുപോയ ഒരു ഇത് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ നിനക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി തന്ന അനുമോള് അവസാനം അനുമോളെ നീയൊക്കെ തള്ളിപ്പറഞ്ഞു. എന്നിട്ട് ലാലേട്ടൻ അവിടെ അറിയാതെ ആണെങ്കിലും ലാലേട്ടന്റെ വായിന്ന് തന്നെ വീഴുകയും ചെയ്തു. അത് ക്രൂ പറഞ്ഞു കൊടുത്തിട്ട് പോലും അല്ലായിരിക്കും, ലാലേട്ടന്റെ വായിന്ന് വീണതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാം ഉണ്ടാക്കി തന്ന് കഴിച്ചതിന് ശേഷം അനുമോളുടെ ദാഹത്തോട്ടം കിട്ടും നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നൊരു വാചകം അവിടെ ലാലേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പോഴാണ് ഈ പറയുന്ന അക്ബർ ഒരു ഡയലോഗ് അടിച്ചത്, തെറ്റിനെ തെറ്റായിട്ട് തന്നെ പറയണമല്ലോ എന്നുള്ളത്. അപ്പൊ ഈ കാണിക്കുന്നത് തെറ്റല്ലേ? എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഇവർക്ക് എന്ത് വേണേലും കാണിക്കാം. എന്നിട്ട് അവിടെ നെവിൻ പറഞ്ഞൊരു വാക്കുണ്ട്, ആരും ചോദിക്കുവാണെങ്കിൽ നമ്മൾ കിച്ചൺ ടീമാണ്, കിച്ചൺ ടീമിന്റെ തീരുമാനമാണ്. കിച്ചൺ ടീം പറഞ്ഞ തന്നെ അപ്പുറം ഒന്നുമില്ല. അപ്പൊ അന്ന് അനുമോൾ കിച്ചൺ ടീം ആയിരുന്നല്ലോ എന്നിട്ടാണല്ലോ അനുമോൾ ഇനി ഞാൻ കിച്ചണിൽ കയറുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളെല്ലാം സന്തോഷത്തോടെ തുള്ളിച്ചാടി ഈ നെവിൻ തന്നെ പോയത് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നല്ലോ. കിച്ചൺ ടീമിലായിരുന്ന അനുമോൾ അന്ന് ചെയ്തപ്പം ആഹാ, ഇപ്പൊ ഇവർ ചെയ്യുമ്പം ഓഹോ, ഇതായിരിക്കാം മിക്കവാറും ബിഗ് ബോസും പറയുന്നത്. ഫുഡ് ഉണ്ടാക്കി വിശന്നപ്പോ കഴിച്ചതല്ലേ, അതിനെന്താണ് അനുമോളെ, അങ്ങനെ നോക്കേണ്ട ആവശ്യമുണ്ടോ? അനുമോൾക്ക് ഒരു CD പണിയുടെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ആയിരിക്കും വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഇവിടെ ആരും ആർക്കും വേണ്ടിയും പാർഷ്വാലിറ്റി ഒന്നും കാണിക്കുന്നില്ല, അനുമോൾക്ക് അങ്ങനെ തോന്നിയതാണ്, അങ്ങനെയൊന്നും പറയില്ലേ അനുമോളെ, ഇതൊക്കെ ആയിരിക്കുമല്ലോ വന്ന് പറയുന്നത്. അപ്പോൾ കിച്ചൺ ടീം തീരുമാനിക്കും എന്ത് വെക്കണം, എപ്പോ വെക്കണം, എന്തൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ. അവിടെ റേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഞങ്ങൾക്കുള്ളത് ഇതാണ്, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് കഴിച്ചു, അല്ലെങ്കിൽ കടലമാവിനകത്ത് ദോശ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വിശന്നപ്പം വന്ന് ആര്യനും അക്ബറും കൂടെ വയറ്റിലടിച്ചിട്ട് പറഞ്ഞു, അനുമോളെ ഉമ്മണി ഫുഡ് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചപ്പം ഒരു നല്ല മനസ്സ് നോക്കി ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം എന്തായി, എല്ലാവരും കൂടെ എല്ലാം കൊണ്ടുവന്ന് ആ പാവം പിടിച്ച അനുമോളുടെ ദേഹത്തോട്ട് അങ്ങ് ചാരി. ഓക്കെ, ഇതൊക്കെ പറയുമ്പോൾ പറയുമായിരിക്കും നമ്മൾ PR എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി നീയൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, PR എങ്കിൽ PR എടുത്തിട്ട് തന്നെ പറയുന്നത്, അന്ന് അങ്ങനെ വെച്ചോ. എന്നുവെച്ചാൽ ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ. അപ്പം അനുമോളെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അനുമോൾക്ക് അനുകൂലമായിട്ട് പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുമോൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഹാ, ഈ പറയുന്ന അക്ബറോ ആര്യനോ നെവിനോ ചെയ്താൽ ഓഹോ, അതുകൊണ്ടാണ് നമുക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. എന്നുവെച്ചാൽ അവിടെ അനുമോളുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഇപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, അവിടെ അനുമോൾ ചെയ്ത അത് തെറ്റാണെങ്കിൽ ഇവിടെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റല്ലേ? എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അവിടെ അതിനുശേഷം ഇത് മൊത്തം എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ പറയാം. കിച്ചണിൽ ഈ പറഞ്ഞ നെവിനും അക്ബറും കൂടെ നിൽക്കുമ്പോൾ അതുവഴി നടന്നു പോകുന്നുണ്ട് അനുമോൾ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു ഹമ്മിങ് ഒക്കെ ഇടുന്നുണ്ട് അക്ബറിനുള്ള ഹമ്മിങ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സമയമാകുമ്പോൾ അക്ബറിന് തന്നെ ആ ഹമ്മിങ് ഇടേണ്ടി വരും. എന്നുവെച്ചാൽ എനിക്കത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ. അപ്പൊ നെവിൻ അവിടെ പറയുന്നുണ്ട്, ഇതെല്ലാം അനുമോള് കാണണം, അനുമോള് കണ്ടിട്ട് അനുമോളൊരു വിഷയം ഉണ്ടാക്കണം, അവൾ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കുറെ പറയുന്നുണ്ട്. ഈ അനുമോളെ കുറെ പറയുന്നുണ്ട് ഈ നെവിന്റെ സ്വഭാവത്തിൽ. നെവിന് ഈ പറയുന്ന അനുമോളെ ഒട്ടും കണ്ടുകൂടാ. ഇവൻ അനുമോളെ എത്രമാത്രം ദ്രോഹിക്കാമോ അത്രമാത്രം ഇവൻ ദ്രോഹിക്കും. അതിന് കൂട്ടു നിൽക്കുന്നതാണ് ഈ ആര്യനും ഈ അക്ബറും. ഇവരുടെ ബലത്തിലാണ് ഈ നെവിൻ കളിക്കുന്നത് മൊത്തവും. ഈ നെവിനും അക്ബറിനും ആര്യനും 3 പേർക്കും അറിയാം, എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ എന്ത് കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അവിടെ വന്നിട്ട് ഒരാള് വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിലും ഈ പറയുന്ന മോഹൻലാൽ വന്നിട്ട് അവിടെ ഒന്നും എടുത്ത് പറഞ്ഞിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. അപ്പൊ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണല്ലോ. അപ്പൊ പിന്നെ നമുക്കിവിടെ എന്തും കാണിക്കാം എന്നുള്ളൊരു വിചാരം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. എന്ന് വെച്ചാൽ ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ പറയും, അക്ബറിന് ഇന്നൊരു സൗന്ദര്യം കൂടിയിട്ടുണ്ടല്ലോ, കുറച്ച് മേക്കപ്പ് ഇട്ടെന്ന് തോന്നുന്നു, സുന്ദരനായിട്ടുണ്ട്. അവിടെ അക്ബറിന് എന്തെങ്കിലുമൊക്കെ അന്ന് കണ്ടന്റ് കൊടുക്കണമല്ലോ. അപ്പൊ പിന്നെ ലാലേട്ടൻ തന്നെ അങ്ങ് പുകഴ്ത്തി അങ്ങ് പറഞ്ഞു. അതുപോലെ തന്നെ നെവിനോട് ചോദിക്കുമ്പോഴത്തേക്ക് നെവിൻ എന്തെങ്കിലും പറഞ്ഞ് നെവിന് സമയം കൊടുക്കും. അവൻ എന്തോ പറയുന്നതെന്ന് അവന് തന്നെ മനസ്സിലാവത്തില്ല, ലാലേട്ടനും മനസ്സിലാവത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്ക് പോലും മനസ്സിലാവുന്നില്ല ചില കാര്യങ്ങൾ പറയുമ്പോൾ. പക്ഷെ അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ തുള്ളി ചാടി പറയുമല്ലോ. അത് പറയുമ്പോഴത്തേക്ക് ലാലേട്ടനും ശരി ശരി ഇരുന്നോ എന്ന് പറയുന്ന ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി കൂടിയ ആര്യൻ അവിടെ എന്തെല്ലാം കാണിക്കുന്നു. അപ്പം അതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ഇതിപ്പോ നാളെ അനുമോള് പറയുവാണെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് അനുമോളെ കോർണർ ചെയ്ത് ഒരു ഭാഗത്തോട്ട് അങ്ങ് മാറ്റും. അല്ലെങ്കിൽ നാളെ അനുമോളാണ് ആ കിച്ചണിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നിരിക്കട്ടെ, എന്തെങ്കിലും രീതിയിൽ ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ ഇവരെല്ലാം കൂടെ അത് വലിയൊരു വിഷയമാക്കി ലാസ്റ്റ് ബിഗ് ബോസ് പിന്നെ വിളിച്ചിരുത്തി ലിവിംഗ് ഹാളിൽ പിന്നെ ബിഗ് ബോസ് വിളിച്ചിരുത്തി ഇവരെല്ലാം കോംപ്രമൈസ് ചെയ്യിപ്പിച്ച് വിടേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോഴും തെറ്റുമൊത്തവും അനുമോളുടെ ദേഹത്ത് തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും ഈ കാണിച്ചതിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ ആഴ്ചയിലെ ഞാൻ പറഞ്ഞ ആ അനുമോളുടെ വിഷയവും ഈ വിഷയവും താരതമ്യം ചെയ്ത് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ പറയുക, ഈ കാണിച്ചത് ശരിയാണോ? ഇത് ചോദ്യം ചെയ്യപ്പെടുമോ? ഒരിക്കലും ഇല്ല. ചോദ്യം ചെയ്യപ്പെടാൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് ഇപ്പൊ അനുമോൾ അവിടെ വിഷയം ഉണ്ടാക്കി, എന്തോ അനുമോൾ അവിടെ വിഷയം ഉണ്ടാക്കിയില്ല. അപ്പൊ എനിക്കൊന്നും അനുമോൾക്ക് മനസ്സിലായി കാണും, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അനുമോൾ നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് ബോസിനകത്ത് ആളുണ്ട്.
അതുപോലെ തന്നെ മെയിൻ ആൾക്കാരെല്ലാം ഇവരുടെ ആൾക്കാരാണ്. അപ്പൊ ഇവരെ ഒന്നും എടുത്തു പറയുന്നില്ല, ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഇവർ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരെയാണ് അനുമോള് കണ്ടേക്കുന്നത്. അപ്പൊ അനുമോൾക്കും തോന്നിക്കാണും ഇത് ഞാനും ചെയ്യണ്ട എന്നുള്ളത്, ഞാനും ഒന്നും പറയുന്നില്ല എന്നുള്ളത്. പക്ഷെ ടെമ്പർ തെറ്റുമ്പോൾ ആരാണേലും പറഞ്ഞു പോകും. ഇനി അനുമോളുടെ സ്വഭാവം അനുസരിച്ച് മിക്കവാറും അനുമോൾ നാളെ ആയിരിക്കാം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ എടുത്തിരുന്നത്. ആ സമയത്തും കുറ്റക്കാരിയാകാൻ പോകുന്നത് ഈ പറയുന്ന അനുമോള് തന്നെയായിരിക്കും. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും നേരം അനുമോളെ സപ്പോർട്ട് ചെയ്താണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അനുമോളുടെ PR ആണ്, നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് നിങ്ങൾ കമന്റ് തുടങ്ങിക്കോ, കരഞ്ഞോളൂ, എന്തും ചെയ്തോളൂ. പിന്നെ ഇതൊരു PR ചാനലാണ്, അനുമോളുടെ PR ചാനലാണെന്ന് പറഞ്ഞാലും യാതൊരു കുഴപ്പവും. അവിടെ നെറികേട് കാണിച്ച അക്ബർ ആണെങ്കിലും ആര്യനാണെങ്കിലും നെവിൻ ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ പറയും. അതിനപ്പം നിങ്ങൾ PR ആക്കിയാലും ഇവിടെ ഒന്നും സംഭവിക്കാനും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.